ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യ കർത്തൃദാസന്മാർക്കും ഏലിം സഭയ്ക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കലും പദ്ധതിയിടാതെ പ്ലാൻ ചെയ്യാതെ ഉള്ള ഒരു വരവാണ്. ഞാൻ കഴിഞ്ഞ മാസവും വന്നിട്ട് പോയത് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു 6 ദിവസം അവധി കിട്ടിയപ്പോൾ നേരെ നാട്ടിൽ വരിക എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിട്ട് വന്ന, പക്ഷെ വന്നത് ഒട്ടും നഷ്ടമായി പോയില്ല. തേജസ്സുറ്റതും പ്രവചന ദൂതുകളാൽ സമ്പുഷ്ടവുമായ 4 വചന ശുശ്രൂഷകൾ എനിക്ക് ലഭിച്ചു. ഒരുക്കപ്പെട്ട കർത്തൃമേശ മുൻപിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് അറിയിക്കുവാനായിട്ട് സഭയുടെ മുമ്പാകെ നിൽക്കുവാനുള്ള മഹത് ഭാഗ്യം, വരവ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നാം ഇന്ന് വായിച്ചതായ സങ്കീർത്തനം 114 ഒന്നാമത്തെ വാക്യം വായിക്കുന്ന, ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ. ദൂതനായി നമുക്ക് പുറപ്പാട് പുസ്തകം തുറക്കാം. വേഗത്തിൽ 12-ാം അധ്യായം 8-15 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമല്ലോ. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കേണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. ഹല്ലേലൂയ. ഒരു വേള ചിന്തിച്ചേക്കാം, ഇത് ഏലിയം സഭയ്ക്കുള്ള ദൂതാണോ? എനിക്ക് ഒരു ചിന്തയുണ്ടായി, എനിക്കൊരു ഭയമുണ്ടായി. കർത്താവേ, ഇത് ഞങ്ങളുടെ സഭയ്ക്കുള്ള ദൂതാണോ? സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോൾ ആദ്യ ദിവസം തന്നെ പ്രിയ കർത്തൃദാസൻ ഒരു ഗാനത്തിന്റെ ഈരടികൾ ചൊല്ലി. യേശു എൻ്റെ സ്വന്തമായി കഴിഞ്ഞപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഞാൻ പുതിയതായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പ്രിയ കർത്തൃദാസൻ സോളമൻ പാസ്റ്റർ ശുശ്രൂഷിച്ചു. നീ അധമമായതിനെ ഒഴിച്ച് ഉത്തമമായതിനെ പ്രസ്താവിച്ചാൽ നീ എനിക്ക് എൻ്റെ വായായിരിക്കും. സ്തോത്രം. 2-ാം ദിവസം ദേവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലനിൽ ഉണ്ടായതായ ഒരു ഭയം. ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഇത് കർത്താവ് തന്ന ദൂത് തന്നെ. ഇത് സഭയോട് അറിയിച്ചിട്ടേ കർത്താവിനെ വിടുകയുള്ളൂ. കർത്തദാസനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം സഭായോഗത്തിൽ എത്രമാത്രം പ്രയാസമാണ് കർത്തദാസന്മാർക്ക് സമയക്ലിപ്തത പാലിക്കുവാനായിട്ട്. ഞാനും അക്കാര്യം ചെയ്യുന്ന വ്യക്തിയാണല്ലോ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ ദേവദാസൻ നിർബന്ധിച്ചു, കർത്താവ് തരുന്നത് പറഞ്ഞിട്ടേ പോകാവൂ. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് ആ ധൈര്യത്തോടെ സഭയുടെ മുമ്പാകെ ആയിരിക്കുന്നത്. ദൂത് നിങ്ങളുടെ ഇടയിൽ നിന്ന് സകല പുളിപ്പും മാറ്റിക്കളയുക. നമ്മുടെ ഇടയിൽ നിന്ന് സകല പുളിപ്പും മാറ്റിക്കളയുക. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആക്ഷരികമായ വ്യാഖ്യാനമാണ്. അത് ഒന്നിനെ കുറിച്ചുമല്ല, ഭക്ഷണത്തെ കുറിച്ചുള്ളതാണ്. പുളിപ്പുള്ള അപ്പം, പുളിപ്പില്ലാത്ത അപ്പം, ഇതിനപ്പുറത്തൊന്നുമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യാഖ്യാനം 2 വഴിക്ക് തിരിയുകയാണ്. സ്വതന്ത്രം. അതിൽ 1-ാമത്തെ വ്യാഖ്യാനം, 2-ാമത്തെ വ്യാഖ്യാനം. ഞാൻ 1-ാമത്തെ വ്യാഖ്യാനം പൊതു സമൂഹത്തിനുള്ളതായതാൽ ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. എന്നാൽ 2-ാമത്തെ അതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ സഭയ്ക്കുള്ള ഒരു ആശ്വാസ ദൂതാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു. എന്താണ്? ആദാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് എന്ത് ഭക്ഷിക്കാം? ഫലങ്ങൾ എല്ലാം ഭക്ഷിക്കാം, പുളിച്ചതല്ല, അത് മധുരമുള്ളതാ. സ്തോത്രം. അവിടെ പുളിപ്പൊട്ടുമേ കാണുന്നില്ല. വീണ്ടും വരുന്നു, നോഹയോട് കർത്താവ് പറഞ്ഞു, നീ, സ്തോത്രം, നീയും കുടുംബവും സകല ജന്തു ജാല മൃഗങ്ങളും ഇവിടെ കടന്നിരിക്കുന്നു, പെട്ടകത്തിലേക്ക് കടന്നിരിക്കുന്നു. അവയ്ക്കും നിനക്കും ആവശ്യമുള്ള ഭക്ഷണമൊക്കെയും കരുതിക്കൊള്ളുക. അവിടെയും പുളിപ്പിനെ കുറിച്ചൊന്നും പറയുന്നില്ല. തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ, ഞാൻ വേഗത്തിൽ പോവുകയാണ്. തുടർന്ന് മുന്നോട്ട് വരുമ്പോൾ അബ്രഹാം പിതാവിന്റെ അടുത്ത് യഹോവ പ്രത്യക്ഷനാകുന്നു. 3 പുരുഷന്മാർ നിൽക്കുന്നത് കാണുന്നു. അബ്രഹാം എന്ന് ഓടി ചെന്നിട്ട് തിടുക്കത്തിൽ സാറയോട് പറയുകയാണ്, 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് എന്തുണ്ടാക്കണം? അപ്പമുണ്ടാക്കണം. പുളിച്ച അപ്പമാണോ? അല്ല, പുളിപ്പില്ലാത്ത അപ്പമാണ് യഹോവയുടെ ദൂതന്മാർക്ക് അബ്രഹാം കൊടുത്തത്. നമുക്കിത് അറിഞ്ഞിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. തുടർന്ന് തീർന്നില്ല, നമ്മൾ പുളിപ്പുള്ള ഒരു ദേശത്തേക്കൊന്ന് പോവുകയാണ്, സോദോമിലേക്ക്. ദൂതന്മാർ എവിടെ ചെന്നു? സോദോമിലേക്ക് ചെന്നു. അവിടെ, സ്തോത്രം, നീതിമാനായ ലോത്ത് അവിടെ ഉണ്ട്. സ്തോത്രം. ലോത്തിനെ സന്ദർശിച്ചു. ദൂതന്മാരെ ലോത്ത് കാണുന്നു.
നിർബന്ധിച്ച് ഭവനത്തിൽ കൊണ്ടുവന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ലോത്ത് അവർക്ക് പുളിപ്പില്ലാത്ത അപ്പം കൊടുത്തു. അപ്പോൾ ദൈവദൂതന്മാരുടെ ഭക്ഷണം പുളിപ്പില്ലാത്ത അപ്പം. പിന്നെ നമുക്കെങ്ങനെ പുളിപ്പുണ്ടായത്? അപ്പോൾ നാം വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ മിസ്രയീമിൽ നിന്നും കടത്തിക്കൊണ്ട് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. പക്ഷെ പുറപ്പെടുന്നതിന് മുമ്പ് എന്റെ ഒരു ഉടമ്പടിയുണ്ട്, നിങ്ങളുടെ നടുവിൽ നിന്ന് സകല പുളിപ്പും മാറ്റിക്കളയണം. ഒരു ദിവസം പോരാ, 7 ദിവസം. സ്തോത്രം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം നിങ്ങൾ പിൽക്കാലത്ത് ആചരിക്കണം. എന്തുകൊണ്ടാണ്? എന്റെ ചോദ്യം ഇതായിരുന്നു, എന്നോട് ചോദിച്ച ചോദ്യം, കർത്താവ് എന്തുകൊണ്ടാണ് ഈ 7 ദിവസം കൊടുത്തത്? ഒരു ദിവസം പോരെ പുളിപ്പ് കളയാനായിട്ട്? ഉത്തരം അറിയണമെങ്കിൽ നമ്മുടെ അമ്മമാരോട് ചോദിക്കണം. ചപ്പാത്തി ഉണ്ടാക്കുവാനായിട്ട് ഗോതമ്പ് മാവ് കുഴച്ച് വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? പുളിച്ചു പൊങ്ങും. 2 ദിവസമായാലോ, 3 ദിവസമായാലോ, 4 ദിവസമായി കഴിഞ്ഞാൽ അത് കഴിക്കും, പുളിപ്പ് മാറും. 5, 6, 7 ദിവസം ആകുമ്പോഴത്തേക്ക് അതിൽ പൂപ്പൽ വളർന്നു വന്ന് അത് നശിച്ചു പോകും. 7 ദിവസത്തിനപ്പുറം ഒരൊറ്റ പുളിപ്പും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. അതാണ് ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം പറയുന്നത്, 7 ദിവസം നിന്റെ കൂടാരത്തിൽ പുളിപ്പ് പാടില്ല. ദൈവം ഉറപ്പിക്കുകയാണ്. ഇവർ മിസ്രയീം വിട്ട് ചെങ്കടൽ കടന്ന് യോർദാനിലെത്തുമ്പോഴേക്ക് ഈജിപ്തിലെ യാതൊരു പുളിപ്പും ഇവരുടെ ഇടയിൽ കാണുവാൻ പാടില്ല എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെയാണ് മിസ്രയീമിലെ പുളിപ്പുകൾ? വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, ഞാനൊരു ലിസ്റ്റ് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ലിസ്റ്റ് പറയുക. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഈ പുളിപ്പുമായി ബന്ധപ്പെട്ട്, മിസ്രയീമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? സ്തോത്രം. ഒന്നാമത്, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും കടം വാങ്ങിയ പുളിപ്പുകൾ എല്ലാം ഉപേക്ഷിക്കണം. യഹോവ പറയുകയാണ്, ഈ ഈജിപ്ത് വിടുന്നതിന് മുമ്പ്, മിസ്രയീം വിടുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് കടം വാങ്ങിച്ച സകല പുളിപ്പുകളും ഇവിടെ ഉപേക്ഷിച്ച് പോകണം. സ്തോത്രം. ഹല്ലേലൂയ. പോരാ, മിസ്രയീമിലെ ജീവിത ശൈലി. ഇസ്രായേൽ മക്കൾക്ക് ഒരു ശൈലി ഉണ്ടായിരുന്നു, ദൈവം പറഞ്ഞു കൊടുത്ത ശൈലിയാ. പക്ഷേ അവർ മിസ്രയീമിൽ വന്ന് 430 വർഷം അവർ അടിമത്തത്തിലായിരുന്നപ്പോൾ അവരുടെ ജീവിതശൈലി മറന്നിട്ട് മിസ്രയീമെ ജീവിത ശൈലി അവർ ആചരിച്ചു, അവർ പാലിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും പറയുവാൻ പോകുന്ന പുളിപ്പുകൾ ശ്രദ്ധിച്ചു കേട്ടോണം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളത് മാറ്റിയെന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. ആർക്കെങ്കിലും ഉള്ളിൽ ചിന്തയുണ്ട് എന്നിൽ ഇപ്പോഴും പുളിപ്പുണ്ടെന്ന് അനങ്ങാതെ ഇരുന്നാൽ മതി. കർത്തൃമേശയ്ക്ക് മുമ്പായിട്ട് ദൈവ മുമ്പാകെ സമർപ്പിക്കുക, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക, എന്നിട്ടേ നിങ്ങൾ കർത്തൃമേശയിലേക്ക് കൈവയ്ക്കാവൂ. അടുത്തത്, മിസ്രയീമിൽ നിന്ന് പഠിച്ച ഭക്ഷണ രീതി. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു ഭക്ഷണ രീതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരത് മറന്നു. അവർ മിസ്രയീമിലെ ഭക്ഷണ രീതിയാണ് ഇപ്പോൾ അഭ്യസിക്കുന്നത്. പുളിച്ചത് മാത്രമേ അവർ ഭക്ഷിക്കൂ, വായ്ക്ക് രുചിയുള്ളത് മാത്രമേ ഭക്ഷിക്കൂ, ശരീരത്തിന് മേധസ് കൂടുന്നത് മാത്രമേ ഭക്ഷിക്കൂ. ഭക്ഷണ രീതിയിൽ ദൈവമക്കൾക്ക് മാറ്റമുണ്ടാകണം. ഹല്ലേലൂയ. മിസ്രയീമിൽ അവർ അഭ്യസിച്ചതായി വിഗ്രഹാരാധന. പെന്തക്കോസ്തുകാർ ചോദിക്കും, ഞങ്ങൾ വിഗ്രഹാരാധകരല്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എന്തെങ്കിലും ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് ദൈവവുമായി ഉടമ്പടി ചെയ്ത്, അത്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധനയുണ്ടോ? പണക്കൊതി എന്ന വിഗ്രഹാരാധനയുണ്ടോ? സ്ഥാനമാനങ്ങൾക്കുള്ള ആഗ്രഹത്തിലുള്ള വിഗ്രഹാരാധനയുണ്ടോ? ഇന്ന് കർത്തൃമേശയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഉൾപ്പെടെ നമുക്ക് ഒരുമിച്ച് അത് നമ്മിൽ നിന്ന് പൂർണ്ണമായി അകറ്റിയിട്ട് വിശുദ്ധിയോടെ നമുക്ക് കർത്തൃമേശയിലേക്ക് കൈനീട്ടാം. സ്തോത്രം. ഹല്ലേലൂയ. തീർന്നില്ല. മിസ്രയീമിൽ നിന്നാണ് കാളക്കുട്ടിയുടെ പുളിപ്പ് ഇസ്രായേൽ മക്കൾ പഠിച്ചെടുത്ത്. സ്തോത്രം. പിന്നെ അവർക്ക് വിട്ടുകളയാൻ പറ്റാത്തൊരു ഒറ്റ കാര്യം അതായിരുന്നു, അവർ അവസാന നാളുവരെയും കാളക്കുട്ടി ആരാധിച്ചു. പോരാ, വിഗ്രഹാരാധന. ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധന എന്ന മഹാപുളിപ്പ് പഠിച്ചെടുത്തത് മിസ്രയീമിൽ നിന്നാണ്. പോരാ, സർപ്പത്തെ ആരാധിക്കുന്നത്, ജന്തു ജീവജാലങ്ങളെ ആരാധിക്കുന്നത്, ഇതെല്ലാം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പഠിച്ചെടുത്ത പുളിപ്പ്. യഹോവയായ ദൈവം നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്ന് പറഞ്ഞതിൽ അകത്ത് അടങ്ങിയിരിക്കുന്ന അവർ വിട്ടുകളയേണ്ട പുളിപ്പുകളാണെന്നാൽ വിട്ടുകളയാതെ അവരോട് കൂടെ യാത്ര ചെയ്ത പുളിപ്പുകൾ. സ്തോത്രം. തീർന്നില്ല. മിസ്രയീമിലെ മന്ത്രവാദം, മിസ്രയീമിലെ ക്ഷുദ്രപ്രവൃത്തികൾ, മിസ്രയീമിൽ നിന്ന് അവർ പഠിച്ച തന്ത്രങ്ങളും മന്ത്രങ്ങളും, ഇതെല്ലാം അവർ മിസ്രയീമിനോട് കടം വാങ്ങിയെടുത്ത പുളിപ്പുകളാണ്. അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്ന് ആ കർത്താവ് അവരോട് പറഞ്ഞത്. സ്തോത്രം. തീർന്നില്ല. ഇനി നമുക്കുള്ളത് വല്ലതുമുണ്ടോ? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പഠിച്ച വസ്ത്രധാരണ രീതി. ഇന്ന് ആധുനിക ലോകത്ത് നമ്മുടെ
യുവാക്കന്മാർ, യുവതികൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് പോലും അത് വിലക്കുവാൻ, അതെ ശാസിക്കുവാൻ മടിയാണ്. കാരണം മിസ്രയീമിൽ നിന്നുള്ള പുളിപ്പ് മാറാതെ ഇപ്പോഴും നമ്മുടെ 4ാം തലമുറയിൽ നിൽക്കുന്നു. സഹോദരൻ, ആ പുളിപ്പ് മാറ്റണം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നടുവിൽ നിന്ന് ആ പുളിപ്പ് നിങ്ങൾ മാറ്റണം. തീർന്നില്ല, നമുക്കൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതായ അടുത്ത ഒരു പുളിപ്പൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ 2ാം ഭാഗത്തെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കടം വാങ്ങിയതായ, അവർ അവിടെ നിന്ന് പഠിച്ചെടുത്തതായ ആഭരണധാരണ രീതികൾ. എനിക്ക് ഏലിയം സഭയെക്കുറിച്ച് ഇക്കാര്യത്തിൽ വളരെ ഗർവുണ്ട്. 99.9% എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ആ പുളിപ്പ് നീക്കിയവരാണ്. പക്ഷേ 1998 മുതൽ ഇന്റർനെറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് വ്യക്തമായിട്ടറിയാം, 1% ഇപ്പോഴും ആ പുളിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ തലമുറയിൽ. സ്തോത്രം. പ്രിയ മക്കളെ, നമ്മൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു വാക്കുണ്ട്, ഞാൻ ഇനി ഇസ്രായേൽ മക്കളുടെ നടുവിൽ നടക്കുകയില്ല, ഞാൻ അവരെ സംഹരിച്ചു കളയും. തുടർന്ന് എഴുതിയിരിക്കുന്നു, ഹോരേബ് പർവ്വതത്തിങ്കൽ യഹോവ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ആഭരണങ്ങളെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ആഭരണത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും വാക്യങ്ങൾ കോട്ടിയെടുത്ത് യുവജനത്തെ തെറ്റിക്കുന്ന ധാരാളം പ്രാസംഗികർ നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. പ്രാസംഗികർ എന്ന് പറയുമ്പോൾ ഞാൻ നേതൃത്വത്തെ അതിൽ നിന്ന് ഒഴിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ മക്കളെ, ആഭരണം എന്ന മിസ്രയീമ്യ പുളിപ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ നടക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ യഹോവ വെറുക്കുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആചരിക്കുവാൻ പാടില്ല. വേഗം 2ാം ഭാഗത്തേക്ക് വരട്ടെ. നമ്മുടെ നാഥനായ കർത്താവ് യേശു ക്രിസ്തു പുളിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചതായ ഒരു ഭാഗം പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് മത്തായിയുടെ സുവിശേഷം 13:33 കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സ്വർഗരാജ്യമോ ഒരു സ്ത്രീ ഏകദേശം 3 പറ മാവെടുത്ത് അപ്പത്തിനു വേണ്ടി കൊഴിച്ചിട്ട് അതിനകത്തു വെച്ച ആ പുളിപ്പിനോട് തുല്യം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പുളിപ്പ് ആ 3 പറ മാവിലും വ്യാപരിച്ചു അതിനെ മുഴുവൻ പുളിപ്പിച്ച് എന്ത് ചെയ്തു? നല്ല അപ്പം ചുടുവാനായി പാകമാക്കി. എനിക്ക് ഉറപ്പുണ്ട്, ഞാനിത് പറയുമ്പോൾ നമ്മിൽ പലരും ഇന്നേവരെ ഈ ഭാഗം ചിന്തിച്ചു കാണില്ല, അല്ലെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലായി കാണില്ല. എനിക്കും ആദ്യം മനസ്സിലായില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് എന്താണ് ഇങ്ങനെ? സ്തോത്രം. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം എന്നത് എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഈ നീതിയും സമാധാനവും ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കാം. സ്തോത്രം. ഈ നീതിയും സമാധാനവും ആത്മാവിൽ സന്തോഷവും വരുന്നപ്പോഴാണ് നാം ദൈവ സന്നിധിയിലായിരിക്കുമ്പോൾ, നാം ഒരുമിച്ച് സഭായോഗത്തിൽ കൂടി വരുമ്പോൾ, നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സകലർക്കും എന്തുണ്ട്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. നമ്മുടെ ദൈവദാസന് കുറച്ച് സമയം കഴിഞ്ഞ് ഹല്ലേലൂയ വചന ശുശ്രൂഷ കഴിഞ്ഞ ഞാൻ ഉദാഹരണം പറയുക, ഇത് മനസ്സിലാക്കുവാനായിട്ട്. എപ്രകാരമാണ് കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ ഒരു സ്വഭാവത്തെ പുളിപ്പിനോട് ഉപമിച്ചതെന്നുള്ള ഒരു ഉദാഹരണം ഈ സഭയിൽ നിന്ന് തന്നെ പറയുകയാണ്. ദൈവദാസൻ എഴുന്നേൽക്കും. ഈ ശുശ്രൂഷകർക്ക് ഒരു കാര്യമുണ്ട്. ശുശ്രൂഷകർക്ക് അവർ ഒരു വചനം പറഞ്ഞു കഴിയുമ്പോൾ, ഒരു ദൂത് അറിയിച്ചു കഴിയുമ്പോൾ കേൾക്കുന്നവരിൽ നിന്ന് അവർക്ക് റെസ്പോൺസ് കിട്ടണം. എങ്കിൽ മാത്രമേ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അപ്പോൾ 1ാം പടിയിൽ നിന്ന് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾ അനങ്ങിയില്ലെങ്കിൽ ദൈവദാസൻ 1ാം പടിയിൽ തന്നെ നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഒരുമിച്ചൊന്ന് ആരവത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയാലോ അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷകൻ കയറും. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശുശ്രൂഷകൻ, നമ്മുടെ ദൈവദാസൻ വചനം ശുശ്രൂഷിച്ച് മുന്നേറുകയാണ്. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക, കാതു കൂർപ്പിച്ച്. അപ്പോൾ ഈ 1ാമത്തെ നിരയിൽ ഒരിടത്ത് നിന്ന് ഒരു ചെറിയ ഹല്ലേലൂയയും ചെറിയ സ്തോത്രവും ഒരു ചെറിയ ജിൽജിലും ചോദിച്ചാൽ മറ്റാരുമല്ല. സ്തോത്രം. ചെറുതായിട്ടും തുടങ്ങി, ചെറുതായിട്ട്. സ്വല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജോർജ് തോമസ് അച്ചാനെ ഏറ്റുപിടിച്ചു. സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോജി ചാനെ ഏറ്റുപിടിച്ചു. ഞാൻ പേര് പറഞ്ഞതുകൊണ്ട് മറ്റാരും ഇല്ല എന്നല്ല, ഞാൻ ഉദാഹരണത്തിന് പറയുക. അങ്ങനെ പോയി വിൽസൺ ബ്രദർ അത് ഏറ്റെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ തുടങ്ങിയതായ സ്തുതിപ്പ് അങ്ങനെ കറങ്ങി, അവിടെ ചെന്ന് കറങ്ങി സഹോദരിമാരിലെത്തി. അങ്ങനെ സഭ മുഴുവൻ ഒരുമിച്ച് കരഘോഷത്തോടുകൂടി, ആർപ്പുവിളിയോടെ, സ്തുതിപ്പോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ ആ സാന്നിധ്യമായി ഇറങ്ങി വന്ന് ആ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവദാസന്റെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് ആ ഉദാഹരണം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുവാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ദൂത്, സ്തോത്രം, സകല പുളിപ്പുകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക. ദൈവദാസന്മാർ വചനം ശുശ്രൂഷിക്കുമ്പോൾ
സ്വർഗരാജ്യത്തെ എപ്രകാരം നമ്മുടെ നാഥനായ കർത്താവ് പുളിപ്പിനോട് ഉപമിച്ചോ, ജോയിച്ചാനിൽ മാത്രം നോക്കിയിരിക്കരുത്. നമ്മൾ ഓരോരുത്തരും ജോയിച്ചാനാണ്, നമ്മൾ ഓരോരുത്തരും ജോർജാനാണ്, നമ്മൾ ഓരോരുത്തരും മിൻസമ്പ്രദാണ്, നമ്മൾ ഓരോരുത്തരും ജോജിച്ചാനാകണം. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് സ്തോത്രം ഇവിടുന്ന് പോകുന്നു. ഞാൻ ഈ ശുശ്രൂഷ ഉടനെ ഇവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക്. ഇന്ന് പോകുന്നതിന് മുമ്പ് ആ ദൈവരാജ്യത്തിന്റെ സന്തോഷം ഇന്നത്തെ ആരാധനയിൽ ശരിക്കും അനുഭവിച്ചുകൊണ്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പൂർണ്ണമായ പ്രത്യാശയുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട. സമയമില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇത്രയും സമയം വേർതിച്ച ദൈവദാസനോടും ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരെയും യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞാനിരിക്കുന്നു. ആമേൻ.